ത്രിയേക ദൈവത്തിന് സ്തുതി. മനനശിഖരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമ്പുഷ്ടമാക്കുന്നതിലെ സമ്പന്നത എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇന്ന് നാം ധ്യാനിക്കുന്ന 1-2 പാഠഭാഗങ്ങൾ, ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സാധാരണയായി സമൃദ്ധി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനം, സമ്പത്ത്, അധികാരം എന്നിവയാണല്ലോ. എന്നാൽ വചനം നമ്മോട് പറയുന്നു, സമൃദ്ധി എന്നതോ നമ്മളോടൊപ്പമുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ സമ്പുഷ്ടമാക്കുന്നതാണ്. 1-ാം പാഠമായി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. പങ്കിടൽ നൽകുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് ധ്യാനിക്കാനുള്ളത്. ഈ ലോകം, സമ്പത്ത്, ധനം, അധികാരം എന്നിവ നേടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വചനം നമ്മോട് പറയുന്നത് സകല അനുഗ്രഹങ്ങളും പങ്കിടാൻ വേണ്ടിയാണ്. നമുക്കുള്ള കഴിവുകൾ, താലന്തുകൾ, സമയം ഒക്കെ അവരിനു വേണ്ടി പങ്കിടാൻ നമുക്ക് സാധിക്കണം. അതിലൂടെയാണ് നമുക്ക് വലിയ ആത്മീയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ഈ പങ്കിടലൊക്കെയും നിത്യതയിലേക്കുള്ള നമ്മുടെ വലിയ നിക്ഷേപങ്ങളായി മാറും. 2-ാം പാഠമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ആത്മീയ വരങ്ങൾ നൽകുന്ന സമൃദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ ആത്മീയ വരങ്ങളാൽ സമ്പന്നരാണ്. എന്നാൽ ഈ വരങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ക്രിസ്തു സഭയെ കെട്ടുപണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ലഭിക്കുന്ന ആത്മീയ വരങ്ങളൊക്കെ ക്രിസ്തു സഭയുടെ വളർച്ചയ്ക്കായി, ഉയർച്ചയ്ക്കായി വിനിയോഗിക്കാൻ നമുക്ക് ഇടയാകണം. ഇന്ന് ഏവൻഗേലിയനായി നമ്മൾ ധ്യാനിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കോസ് 18 മുതൽ 30 വരെ. ധനികനായ ഒരു പ്രമാണി നിത്യജീവൻ പ്രാപിപ്പാൻ താൻ എന്തു ചെയ്യണമെന്ന ചോദ്യവുമായി യേശു കർത്താവിനെ സമീപിക്കുന്നു. പൂർണ്ണമായി നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിൽ നിന്നും നിന്നെ പിന്തിരിപ്പിക്കുന്ന, നിനക്ക് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും നീ ഉപേക്ഷിക്കണം എന്ന ആഹ്വാനം യേശു കർത്താവ് ഇവിടെ നൽകുന്നു. ഇന്നത്തെ ഈ ചെറു ധ്യാനത്തിലൂടെ 3 ചെറിയ ചിന്തകളാണ് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിച്ചത്. 1, നമുക്കുള്ള അനുഗ്രഹങ്ങൾ പങ്കിടാനുള്ളതാണ്. ആ പങ്കിടൽ നമ്മെ വലിയ സന്തോഷത്തിലേക്ക് നയിക്കും. 2, നമുക്ക് ലഭിച്ച ആത്മീക വരങ്ങൾ അത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ക്രിസ്തു സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് ഇടയാകണം. 3, പൂർണ്ണ സമർപ്പണത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന, നമുക്ക് തടസ്സം നിൽക്കുന്ന എന്തിനേയും പൂർണ്ണമായും ഉപേക്ഷിപ്പാൻ നമുക്ക് സാധിക്കണം. ഇപ്രകാരം ഈ വലിയ നോമ്പുകാല ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കുമാറാകട്ടെ. ആമേൻ.